السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സദ്യകൾക്കും നമ്മൾ പങ്കെടുക്കാറുണ്ട്. സദ്യകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് വലീമ എന്നത്. ഒരുമിക്കുക, പരസ്പരം ചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. വിവാഹത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വലീമയിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. അത് നിർബന്ധമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുണ്ടെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാടിനെയെങ്കിലും അറുത്ത് വലീമ നൽകാമായിരുന്നു എന്ന് പറഞ്ഞതിനാൽ വിവാഹത്തിൻ്റെ വലീമ നിർബന്ധമാണെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വലീമയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇദാ ദുഇയ അഹദുക്കും ഇലൽ വലീമതി ഫല്യഅതിഹാ. ആരെങ്കിലും ഒരു വലീമയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അവനതിന് പോവട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ധനികരെ മാത്രം വിളിച്ച്, അഥവാ മറ്റുള്ളവരെ, പാവപ്പെട്ട ആളുകളെ അവഗണിച്ചുകൊണ്ടുള്ള വലീമകളാണ് ഏറ്റവും മോശപ്പെട്ടത് എന്നാണ്. ശർറു തുആമി തുആമുൽ വലീമതി യുംനഉഹാ മൻ യഅതീഹാ വയുദ്ആ ഇലൈഹാ മൻ യഅബാ. ഏറ്റവും മോശമായ വലീമ ധനികരെ മാത്രം വിളിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വലീമയാകുന്നു എന്നാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണർത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇസ്ലാമിൽ പഠിപ്പിച്ച മറ്റൊരു സദ്യയാണ് അഖീഖയുടെ സദ്യ എന്നുള്ളത്. അഥവാ നവജാത ശിശുവിൻ്റെ മുടി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറവ് നടത്തുവാനും അതിനനുസരിച്ചു കൊണ്ടുള്ള കഴിവിൻ്റെ പരമാവധിയുള്ള ഭക്ഷണമുണ്ടാക്കി നൽകലും അനുവദനീയമാണ്. അതുപോലെ തന്നെ മറ്റൊരു വലീമയാണ് വലീമത്തുൻ നഖീഅ. അഥവാ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മൃഗത്തെ അറുത്തുകൊണ്ട് സദ്യ ഉണ്ടാക്കി കൊടുക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിഥി സൽക്കാരം പ്രോത്സാഹിപ്പിക്കപ്പെട്ട മറ്റൊരു സദ്യയാണ് വലീമത്തു മഅ്ദുബ എന്നാണ് അതിന് പേര്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമോ അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു വലീമ കൊടുക്കാം, ആ രൂപത്തിൽ ഭക്ഷിപ്പിക്കുന്ന വലീമക്ക് പറയപ്പെടുന്ന പേരാണ് വലീമത്തു മഅ്ദുബ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് വലീമത്തുൽ ഹിദാഖ എന്ന പേരിൽ ഖുർആൻ ഖത്തം തീർക്കുന്ന അന്ന് നൽകുന്ന ഒരു സദ്യ. അതിന് പ്രത്യേകമായ തെളിവുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വീട് പണി കഴിഞ്ഞ്
പിന്നെ ആ വീട്ടിലേക്ക് താമസം തുടങ്ങുമ്പോൾ അന്ന് നൽകുന്ന ഒരു സദ്യക്ക് പറയപ്പെടുന്ന പേരാണ് വലീമത്തുൽ വഖീറ. ഇസ്ലാമിക മര്യാദകളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രത്യേകമായ പോരിശയുണ്ട് എന്ന പേരിൽ ചെയ്യുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ വലീമത്തുൽ വദീമ എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ മുസീബത്തുകൾ, പ്രയാസങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. മരിച്ച വ്യക്തിയുടെ വീട്ടിലുള്ള ആളുകൾ മറ്റുള്ളവർക്കുണ്ടാക്കി കൊടുക്കുക, ആ സിസ്റ്റമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഭക്ഷണമുണ്ടാക്കി നൽകാനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇങ്ങനെ ഒരുപാട് വലീമകളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായി കൊണ്ടുള്ള ഒരുപാടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ബോധമുണ്ടാവുക, ഏതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, ഏതാണ് ഇസ്ലാം പഠിപ്പിക്കാത്തത്, ആ രൂപത്തിൽ തന്നെ അതിനെ കണ്ടറിഞ്ഞ് മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.